കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചേർത്തല ഉപജില്ലാ യാത്രയയപ്പ് സമ്മേളനം നടന്നു. UDF ജില്ലാ ചെയർമാൻ CK ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു. KPSTA ചേർത്തല ഉപജില്ലാ യാത്രയയപ്പ് സമ്മേളനം നടന്നു. UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് CK ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു. KPSTA ചേർത്തല ഉപജില്ലാ പ്രസിഡന്റ് K ഗിരീഷ് കമ്മത്ത് അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ സെക്രട്ടറി രാജശ്രീ R സ്വാഗതവും അജയ് സുനിൽ നന്ദിയും പറഞ്ഞു. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ബിജു ഉപഹാര സമർപ്പണം നിർവഹിച്ചു. സംസ്ഥാന സെക്രട്ടറി PA ജോൺ ബോസ്കോ യാത്രയയപ്പ് സന്ദേശം നൽകി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V ശ്രീഹരി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സോണി പവേലിൽ, ജില്ലാ പ്രസിഡന്റ് KD അജിമോൻ, ജില്ലാ സെക്രട്ടറി ER ഉദയകുമാർ, മുൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PR യേശുദാസ്, PB ജോസി, ബാബു രാമചന്ദ്രൻ, സാബു തോമസ്, പ്രിയ ജേക്കബ്, നീനു വി ദേവ്, TP ജോസഫ് എന്നിവർ സംസാരിച്ചു. EMSന്റെ മന്ത്രിസഭയുടെ കാലത്താണ് നമ്മുടെ ഈ പ്രായം വെട്ടിക്കുറച്ചത്. ബ്രിട്ടീഷുകാരല്ല. ഞാൻ ആദ്യകാലത്തെല്ലാം വിചാരിച്ചിരുന്ന ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ ഇതിനേക്കാളും ഈ 56 വയസ്സല്ല 60 വയസ്സായിരുന്നു. പിന്നീട് നമ്മൾ അന്വേഷിച്ച് വന്നപ്പോഴത്തേക്കാണ് EMSന്റെ ഭരണകാലത്താണ് ഈ 55, 55 ആക്കിയത്. പിന്നെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് 56 ആക്കിയത്. ഈ ഗവൺമെന്റ് വന്നപ്പോഴത്തേക്ക് സാമ്പത്തിക പ്രതിസന്ധി കാരണം നമ്മളെല്ലാം വിചാരിച്ച് നിങ്ങൾക്കെല്ലാം 2 വർഷം കൊണ്ട് കിട്ടുമെന്ന് വിചാരിച്ചു. 58 ആക്കുമെന്ന് പ്രതീക്ഷിച്ചു. ഞാനും പ്രതീക്ഷിച്ചിരുന്നതാണ് 58 ആക്കുന്നത്. പക്ഷെ അവർക്ക് ഈ യുവാക്കളെ പേടിയായതുകൊണ്ട് ഈ 58 എന്നുള്ളത് വീണ്ടും പഴയ നിലയിൽ പോയത് കൊണ്ടാണ് ഇപ്പം യഥാർത്ഥത്തിൽ നിങ്ങൾ റിട്ടയർ ചെയ്യാനുള്ള പ്രായം യഥാർത്ഥത്തിൽ ആയിട്ടില്ല. എന്നുവെച്ചാൽ ഏറ്റവും നമ്മുടെ അവസാന കാലത്തേക്ക് വരുമ്പോഴാണ് നല്ല സ്ഥിതിയിൽ നമുക്കെല്ലാം പഠിച്ച് എല്ലാം ഹൃദയമായി നമ്മുടെ ജീവിതത്തിലല്ല കുട്ടികളെ പഠിപ്പിക്കുന്നതിലൊക്കെ നല്ല പക്വത വരുന്ന അവസാന കാലഘട്ടം. ആ സമയത്താണ് നമ്മൾ റിട്ടയർമെന്റ് കൊടുക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞ ഗവൺമെന്റുകൾക്കെല്ലാം ഒരു ഭയമാണ്. ഇതിങ്ങനെ വർദ്ധിപ്പിച്ചാൽ എന്ത് പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള എന്നുവെച്ചാൽ തൊഴിലില്ലായ്മ ദൂഷമായിരിക്കട്ടെ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ തൊഴിലില്ലായ്മ ദൂഷമാവും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്തേക്ക് വരികയാണ്. ഒരു 25 വർഷം കഴിയുമ്പോൾ, ഇപ്പം നമ്മൾ 25 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് റോബോട്ടാണ് തന്നെ ചെയ്യാൻ പോകുന്നത്. റോബോട്ട് തന്നെ നമ്മൾ വീട്ടിൽ വേലക്കാരുണ്ടെങ്കിൽ പാത്രം കഴുകാൻ അവർ മതി, തെങ്ങിൻ തടം വെട്ടണതിന് അവർ മതി, കൃഷിപ്പണിക്ക് അവർ മതി. എന്തിനു വേണ്ട ഒരു കുട്ടികളെ ചെയ്യണമെങ്കിൽ വരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി നടക്കുന്നതാണ്. റോബോട്ട് എല്ലാം ചെയ്തു. അതിപ്പം തന്നെ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ, ബർത്ത്ഡേന്റെ കാര്യത്തിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 25 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇപ്പം ഞാൻ എന്ത് സംസാരിക്കണമെന്ന് തീരുമാനിക്കാൻ നമ്മുടെ മൊബൈലിൽ ഒരു ആപ്പ് ഉപയോഗിച്ചാൽ മതി. എങ്ങനെ നമുക്ക് സംസാരിക്കാമെന്ന് പറയും. ഇത് അധ്യാപക സംഘടനയുടെ യോഗമാണ്.